ഹായ്, ബിഗ് ബോസ് സീസൺ 7 ഗെയിം അവസാനിച്ചിരിക്കുന്നു. ഇനി വിജയി ആരാണ് എന്നറിയാൻ കുറച്ച് സമയങ്ങൾ കൂടി മാത്രം. ഗെയിം അവസാനിച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ബിഗ് ബോസ് സീസൺ 7 ഗെയിമിനെ കുറിച്ചുള്ള നമ്മളുടെ വീഡിയോസ് ഇനി ഉണ്ടാവില്ല. ഇനി മറ്റു വിഷയങ്ങൾ, അതായത് വിജയ് ആരാണ് എന്നറിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ സംസാരിക്കുകയുള്ളൂ. ബിഗ് ബോസ് സീസൺ 7 ഗെയിമിനെ കുറിച്ച് പറയുന്ന അവസാനത്തെ വീഡിയോ ആണിത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. കാരണം നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നറിഞ്ഞത്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസിനെ പല ആൾക്കാരും സ്നേഹിക്കുന്നുണ്ടാവും, അതെല്ലാം നമ്മൾക്കറിയാം. പക്ഷേ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ സ്നേഹിക്കുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ ആ സ്നേഹം പല ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. തീർച്ചയായും എനിക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാവണം. ഈ സീസൺ 7 ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഷാനവാസിനെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ജെനുവിൻ ആയിട്ടുള്ള വ്യക്തിയാണ്, റിയൽ ആയിട്ടുള്ള വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്, കുടുംബസ്നേഹിയാണ്. അദ്ദേഹം റിയലായിട്ട് മാത്രമേ അവിടെ കളിച്ചിട്ടുള്ളൂ. ഒരു കള്ളത്തരവും ബിഗ് ബോസ് വീട്ടിനകത്ത് അദ്ദേഹം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ഒരുപാട് കളികൾ, പുറത്തുള്ള ഒരുപാട് കളികൾ നമ്മൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഷാനവാസിന് വേണ്ടി സംസാരിച്ചത്. ഷാനവാസിന് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ടും പല PR ടീമുകളുടെ കഥകൾ ഞാൻ പറയുന്നതുകൊണ്ടും പല രീതിയിലുള്ള ഭീഷണികൾ നമ്മൾക്ക് വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിലെല്ലാം വളരെ വലിയ ഭീഷണികൾ നമ്മൾക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം മറികടന്നാണ് നമ്മൾ ഷാനവാസിനെ കുറിച്ച് സംസാരിച്ചത്. അതായത് ഷാനവാസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പലതും നമ്മൾക്ക് ഇവിടെ വെട്ടി തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരെ എല്ലാം വെള്ളപൂശാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർ പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പല പോസ്റ്റുകളും അടിച്ചിറക്കാൻ ഇവിടെ പല ആൾക്കാരുമുണ്ട്. തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാവർക്കുമുണ്ട്. ഈ പറയുന്ന അനുമോൾക്കായാലും അനീഷിനായാലും നെവിനായാലും അക്ബറിനായാലും ഉണ്ട്. പക്ഷേ ഷാനവാസിന് അത്തരമൊരാളില്ല. അതായത് ഷാനവാസ് ചെയ്തിട്ടുള്ള ഓരോ നല്ല കാര്യങ്ങളെയും പൊക്കിപ്പറയാൻ ഇവിടെ ഒരു മനുഷ്യനില്ല. ഷാനവാസിന്റെ പല ശരികളെയും തെറ്റാക്കി കാണിച്ച് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് PR ടീമുകൾ ഷാനവാസിനെ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൃത്യമായി നമ്മൾക്കറിയാം, മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരെ വെള്ളപൂശാനും ഒരുപാട് ആൾക്കാരുണ്ട്. PR ടീമുകളുണ്ട്, പല യൂട്യൂബേഴ്സും ഉണ്ട്. ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ എന്നെപ്പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് അല്ലാതെ, അതായത് ചെറിയ കുറച്ച് യൂട്യൂബേഴ്സ് അല്ലാതെ മറ്റാരുമില്ല. അദ്ദേഹത്തെ വെള്ളപൂശാൻ ഒരു PR ടീമും ഇല്ല. അദ്ദേഹത്തിന് വോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു PR ടീമും ഇല്ല. അദ്ദേഹത്തിന് വരുന്ന വോട്ടുകളെല്ലാം ജെനുവിനായിട്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കള്ളത്തരവും ഷാനവാസിന്റെ കാര്യത്തിൽ ഇവിടെ നടക്കുന്നില്ല. പക്ഷെ മറ്റു പലരുടെയും കാര്യത്തിൽ അത് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ. അദ്ദേഹം ജെനുവിനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്തായാലും ഷാനവാസ് വിജയിച്ച് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഷാനവാസിനൊപ്പം പ്രേക്ഷകരായിട്ടുള്ള പല ആൾക്കാരും എന്നെയും ഇഷ്ടപ്പെടുന്നു. അതറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഒരു യുദ്ധമായിരുന്നു ഇതുവരെ നടന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെപ്പോലുള്ള കുറച്ച് പ്രേക്ഷകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ആ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുകയാണ്. നമ്മളുടെ വിശ്വാസം പോലെ ഷാനവാസ് വിജയിച്ചു വരട്ടെ. ഇതെൻ്റെ സീസൺ 7 അവസാനത്തെ ഗെയിമിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇനി വീഡിയോസ് ഉണ്ടാവില്ല എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അതായത് ഗെയിമിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടാവില്ല, മറ്റുള്ള വിഷയങ്ങളുണ്ടാവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കൃത്യമായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.